പറയുന്നത് ഈ കേളി ഹെയറിൽ ബോട്ടോക്സ്. നമ്മൾ ഓൾറെഡി കൊല്ലം സലൂണിൽ നമ്മൾ കൺസൾട്ട് ചെയ്തിരുന്നു. ചെയ്ത സമയത്ത് മുന്നേ ചെയ്തിരുന്ന ഈ കേളി ഹെയർ ഒരു നാച്ചുറൽ ടെക്സ്ചർ കിട്ടുന്ന രീതിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത്രയും കേളി ഹെയറിൽ നാച്ചുറൽ ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിംഗ് കുറവായിരിക്കും. പക്ഷേ എനിക്ക് ഒരുപാട് സ്ട്രേറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ലുക്ക് വേണ്ട. ഒരുപാട് സ്ട്രേറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലാസ്റ്റിംഗിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ്. അതെ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ അത് ബാലൻസ് ചെയ്ത് ഫുൾ സ്ട്രൈറ്റ് ലുക്ക് അല്ലാത്ത രീതിയിൽ ചെയ്യാം. പക്ഷേ ലാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ എനിക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. ലെങ്ത് എങ്ങനെ എത്രയും കീപ്പ് ചെയ്യണോ കുറയ്ക്കണോ? ലെങ്ത് എനിക്ക് ലെയേഴ്സും വേണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞ കണക്ക് എക്സ്ട്രീം കേളിയായിരുന്നു ഹെയർ. അപ്പം ഒരു ഫുള്ള് സ്ട്രേറ്റ് ടെക്സ്ചർ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ ഈ ഒരു ടെക്സ്ചറിലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഇത് നമ്മുടെ നോർമലി ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എടുക്കണം അത്രയൊന്നും ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പം മാം അത് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. കാരണം ഇപ്പോൾ അത്രയും കേളി ഹെയർ ആയതുകൊണ്ട് റൂട്ട് വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ മാച്ച് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് അത്രയും വേണ്ട. ഇതാകുമ്പോഴത്തേക്കും തിരിച്ചു പോവുകയും ചെയ്യുന്ന കേളി ഹെയർ കൂടെ ആകുമ്പോഴത്തേക്കും മാച്ചായി നിൽക്കും എന്നുള്ള കണ്ടീഷനിലാണ്. സാധാരണ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ വന്നപ്പോഴേ പറഞ്ഞിരുന്നു ഇത്രയും കേളി ഹെയർ നമ്മൾ ഈ പിന്നെ അത്രയും വേണ്ട എന്ന് പൂർണ്ണമായിട്ടും പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ഈ രീതിയിലോട്ട് ചെയ്തെടുത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നമ്മൾ ചെയ്യുന്നതാണ്. മറ്റേ നോർമൽ ബോട്ടോക്സിന്റെ ഒരു ലാസ്റ്റിംഗ് ഗ്യാരണ്ടി എന്തായാലും ഇതിന് കിട്ടത്തില്ല. ഹെയറിന്റെ കണ്ടീഷൻ അത്രയും ഡ്രൈനെസ്സും അതുപോലെ കേളിയുമാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ ഒരു തവണ എന്തോ ചെയ്തിട്ടുണ്ട്. സർവീസ് ഓക്കെ ആണ്, ടെക്സ്ചർ ഓക്കെ ആണ്, സാറ്റിസ്ഫൈഡ് ആണ്.